അമ്മച്ചി എന്തോ ഇന്നിവിടെ വന്നിരുന്നിട്ട് എന്നാ ചെയ്യാൻ വേണ്ടിയിട്ടാ? ഇന്നൊരു നല്ല അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കുക. അടിപൊളി ഉപ്പുമാവാണ്. അടിപൊളിയാണ്. സോൾട്ട് മാംഗോ ട്രീ അല്ലേ? അതെ അതെ. അതെന്നാന്നറിയാവോ? അത് ഉപ്പുമാവ്. ഉപ്പുമാവ്. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒരു സ്പൂൺ കടുക്. നമ്മളിപ്പം കുറച്ച് സാധനമില്ല, അത് കാരണം കുറച്ച് കടുക മതി. കുറച്ച് മാറി ഇരുന്നേക്കല്ലേ? ഓ പൊട്ടിത്തെറിക്കുമോന്നു ഇനി അതറിയില്ല. ഉപ്പുമാവിന് എന്താ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുന്നത്? ഉപ്പുമാവിന് കടലക്കറി ഉണ്ടാക്കും, പഴം. ഉപ്പുമാവും പഴവും നല്ല കോമ്പിനേഷനാണ്. കടലക്കറിയും കുഴപ്പമില്ല, എങ്കിലും പഴമാണ്. ഉപ്പുമാവും പഴവും. അതെ. പിന്നെ ചെറുപയർ, പപ്പടം അല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് കടുക് പൊട്ടണം. നമുക്ക് ഇനി കറിവേപ്പില കറിവേപ്പില ഒരു 2 തല ഇട്ടിട്ട് ഇത് നമുക്കതിൻ്റെ ഒരു കളറും മാറാതെ ഒന്ന് ഇത് കോരി വയ്ക്കാം. അങ്ങനെയുണ്ട്. എന്നിട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്കത് അങ്ങോട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല മൊരു വരാനിരിക്കും. നമുക്ക് അങ്ങോട്ട് തിരുമ്മി ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിച്ച് ചേർക്കുകയും ചെയ്യാം വേണമെങ്കിൽ. ഇനി നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് ഇതിലകത്തേക്ക് ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം, 3 പച്ചമുളക്. നമ്മൾ 1 ഗ്ലാസ് റവയ്ക്കുള്ളതേ ഉള്ളൂ. 1 ഗ്ലാസ്. എനിക്ക് തകയോ? അത് തികയായിരിക്കും. ഉപ്പുമാവല്ലേ, പൊലിമയുണ്ട്. കഴിച്ചാൽ മതി. അതെ. ഇതിനകത്തേക്ക് സവോള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പുമാവ് റെഡി ആയില്ല. ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. സവോള ഉള്ളിയൊക്കെ കൂടെ തിന്നാം. ഉപ്പ് ചേർന്നിട്ടുമില്ല ഇതിനകത്ത്. അപ്പം നമുക്കിനിയിപ്പം ഒരു കുറച്ച് നട്ട്സ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കാഷ്യൂ. പിന്നെ ഒരു കുറച്ച് കിസ്മിസ്. എല്ലാം കുറേശ്ശെ. കാരണം നമ്മൾ കുറച്ച് സാധനമല്ലേ ഉണ്ടാക്കുന്നത്. വീട്ടിലെ നമ്മുടെ ആളെണ്ണം അനുസരിച്ച് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നു. അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടുന്നു. അതെ. ഇതിപ്പം 1 ഗ്ലാസ്സിനുള്ള ഒരു വലിയ ഗ്ലാസ്സിനുള്ളതാണ്. എന്നിട്ട് ഇത് പലതാകുമ്പോൾ. അതെ. ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ ഉപ്പുമാവായിരുന്നല്ലോ കിട്ടിക്കൊണ്ടിരുന്നല്ലേ? അതെ, അത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന. ഉപ്പുമാവും പാലും അന്ന് ഉണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾ മുമ്പിലാണെന്ന് വിചാരിക്കണം. അതെ, ഉണ്ടായിരുന്നു. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമുന്തിരിയൊക്കെ നല്ല വീർത്ത്. ഇനി നമുക്കിതൊന്ന് കോരി വയ്ക്കാം. ഞാൻ ഇതെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട്. ഒരു ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം. വറുത്ത റവയല്ലേ, അന്നേരം നമുക്കതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. ഈ വെള്ളത്തിന്റെ അളവ് ശരിക്കും എപ്പോഴും തന്നെ എല്ലാവർക്കും തെറ്റിപ്പോണ സംഭവമാണ്. കാരണം നമ്മൾ എന്തോരെ റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ. ഇപ്പോൾ 1 ഗ്ലാസ് റവയാണെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം.
ഒരു അരമുറി തേങ്ങായ ഇത് ചിരണ്ടിയതാണ്. ഇതിനകത്തോട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടി ഒന്ന് ഞെരടി ഇതിനകത്തേക്ക് ഒഴിക്കണം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. തേങ്ങയെല്ലാം അടക്കം അതോ എല്ലാം കൂടെ ചേർക്കാം. അല്ലാതെ പാല് തന്നെയല്ല. ഇപ്പം അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. വെള്ളത്തിലേക്ക് ഇതും കൂടെ ഒഴിക്കുവാണ്. തേങ്ങ ഇങ്ങനെ ഞെരടി പാലടക്കം ഒഴിക്കുന്നതേ സാധാരണ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ഇതൊന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് അതിന് റവ നേരിട്ടങ്ങ് അതെ. സാധാരണ വെള്ളം വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ കുറച്ച് റവ ഇടുന്നു, ഇളക്കുന്നു, കഴിക്കുന്നു. പക്ഷെ ഇതിന് ടേസ്റ്റ് കിട്ടും. തേങ്ങ പാലും പിന്നെ തേങ്ങയും കൂടെ ഒക്കെ ഒന്ന് വെന്ത പോലെ ആകൂല്ലോ അന്നേരം. ഇനി ഇതിപ്പം വെട്ടിത്തിളക്കട്ടെ. ഇനിയും വെട്ടിത്തിളക്കണം. വെട്ടിത്തിളയിലൊരു കോംപ്രമൈസ് ഇല്ല. ഒരു കോംപ്രമൈസും ഇല്ല. റവ നമ്മൾ വറുത്ത് വെക്കുന്നല്ലേ? വറുത്ത് വെക്കുന്ന റവ. അതെ. ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. മുളക് ചേർക്കാതെ എന്നാൽ മതി. അതെ, എരിവ് പിള്ളേർ എരിവ് കഴിക്കല്ലോ. ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് കിസ്മസ് നട്ട്സ് എല്ലാം ചേർക്കുന്ന പിള്ളേർക്ക് ഇഷ്ടമാണത്. അതെ. ഇനിയിപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി റവ ഇടാം. റവ ഇടുമ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതെ. ഏകദേശം വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇതിനകത്തോട്ട് ചേർക്കാം. കിസ്മിസും നട്ട്സും എല്ലാം കൂടെ, സബോള, ഇഞ്ചി, അങ്ങനെ പല കാര്യങ്ങളാണ്. ടേസ്റ്റ് കിട്ടേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില ഇതൊന്ന് കണ്ടോ, നല്ല ഇതിങ്ങനെയായി. ഇതൊന്ന് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഇതുണ്ടോ, പച്ച നിറം മാറാതെ നമ്മളിങ്ങനെ വറുത്ത് കോരി വെച്ച് ഈ പച്ച നിറം മാറാതെയാണ് ഇത് കറിവേപ്പില. ഇതുണ്ടോ പച്ചയ്ക്ക് കണ്ടോ, പച്ച കളറിൽ കിടക്കുന്നത്. അത് നമ്മൾ നേരത്തെ അങ്ങനെ വറുത്ത് കോരി പൊടിച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ രുചിയുള്ളതും കരിയാതെ ഇരിക്കുന്നതും എല്ലാം. നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പം ഉപ്പുമാവ് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. വേണം നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഒന്നുകൂടെ ഒരു നല്ലൊരു എന്നൊരു രുചിയൊക്കെ പ്രത്യേകം വന്നൊരു യോജിച്ചത് സിനിമയിലിട്ടേക്കുന്നത് കാരണം ഒരു ചെറിയ തീയിലൊന്ന് വരാനുണ്ട്. അതെ, ആകട്ടെ. എത്ര സമയം ഇരിക്കണം അങ്ങനെ? ഒരു 2 മിനിറ്റ്. 2 മിനിറ്റ് മതി. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതേ ഉണ്ടോ, ആവിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പുമാവ് റെഡി. എങ്ങനെയുണ്ട്? കാണാനൊക്കെ നല്ലതാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ എന്തുണ്ടെന്ന് പറയാല. അതെ, ഉണക്കമുന്തിരിയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഉണക്കമുന്തിരി, നട്ട്സും, പച്ചമുളകും സവോള വഴറ്റിയതും എല്ലാം കൂടെ. അതെ, എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതെ. പിന്നെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓക്കെ. നല്ല കാഴ്ചക്ക് നല്ല അടിപൊളി ഉപ്പുമാവാണ്. കഴിക്കാനും അതെ. പറയണം. അതെ, അപ്പോൾ നമുക്ക് കാഷ്യൂനട്ടും എല്ലാം കൂടെ കൂടിയിട്ട് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. എന്നെ ആലോചിച്ചിരിക്കുന്ന അല്ല, ഇതിന്റെ മറുപടി എന്താ വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. സൂപ്പറാണ്. പിന്നെ അടിപൊളി. കാരണം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പിന്നെ ഇടയ്ക്ക് മുളകും ഉണ്ടല്ലോ, മുളകുണ്ട്, എരിവ് എല്ലാം ഒരു കൃത്യമായിട്ട് ഇഞ്ചി എല്ലാത്തിൻ്റെ കൂടെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. നല്ല ഇതാണ്. നല്ല അടിപൊളി ഉപ്പുമാവ്. സാൾട്ട് മാംഗോ ട്രീ അല്ലേ? പിന്നെ തേങ്ങയും കൂടെ ചേർത്താൽ എന്നിട്ട് എനിക്ക് തേങ്ങേന്റെ ആണ് ടേസ്റ്റ് ഒന്ന് വരുന്നത്. ആ തേങ്ങാപ്പാല് വരുന്നതിന്റെ ടേസ്റ്റ് ഉണ്ട്.
അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ അങ്ങനെ ചേർക്കാറില്ല. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചതിന്റെ ടേസ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് വെന്ത് വെട്ടി തിളച്ചേ. അപ്പൊ എല്ലാവരും ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ രീതിയിലൊന്ന് ഒരു ഉപ്പുമാവ് വെച്ച് നോക്കുക അല്ലേ? വെച്ചിട്ട് അഭിപ്രായങ്ങൾ അമ്മച്ചീനെ അറിയിക്കണം. അതെ, അറിയിക്കാൻ മറക്കരുത്. എന്നാ നമുക്ക് നിർത്തിയേക്കാം. അപ്പൊ എന്നാ ചെയ്യണ്ടേ? എല്ലാവരും ഇത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും വരെ ബൈ.